ദൈവത്തിന്റെ വട്ടപ്പാട് ഒരുപാട് മനസ്സിലായിരിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറ്, നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആരെയും നോക്കണം? യേശുവിനെ നോക്കണം, യേശുവിൽ നടക്കണം, യേശുവിൽ നമ്മൾ പ്രവർത്തിക്കണം. അല്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ആൾക്കാരാണ്. കാര്യം നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ് അല്ലേ? ദൈവമക്കളെ എന്താണ് അന്വേഷിക്കേണ്ടത്? യേശുവിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. നമുക്കിപ്പം ഇന്നത്തെ ഒരു കുറച്ച് നേരത്തെ ചിന്തയ്ക്കായിട്ട് യേശുവിലായിരിക്കുന്നവർ എന്ത് ചിന്തിക്കുകയാണ്? നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ആമേൻ. നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം, നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഇതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്തൊക്കെയാണ്? ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിക്കായതൊക്കെയും സൽഗുണമോ പുകഴ്ചയ്ക്കോ ആയതൊക്കെയും ചിന്തിച്ചോളൂ. 8 കാര്യങ്ങൾ യേശുവിലായിരിക്കുന്നവർ ചിന്തിച്ചുകൊള്ളാനാണ് ഇവിടെ പറയുന്നത് അല്ലെ? ഒന്നാമതായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സത്യമായതൊക്കെ. എന്താണ് സത്യം? സത്യം അറിഞ്ഞ് സത്യം നമ്മളെ സ്വതന്ത്രരാക്കി സത്യത്തിൽ നമ്മൾ നടക്കുന്നു എന്ന് പറയുന്നവർ എന്താണ് സത്യത്തിൽ അറിഞ്ഞിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ. ഒന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. എന്താണ് സത്യമായിട്ടുള്ളത്? അവനാരാണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. നമ്മള് ശരിക്ക് പ്രതിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മള് കർത്താവായ യഹോവ തന്റെ ജനത്തിന് ഒരു നിയമം കൊടുത്തല്ലേ? ആകാശത്തിന് മുകളിലോ താഴെയോ ജലത്തിലോ ഉള്ള ഒന്നിന്റെ യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാകരുത്. പക്ഷെ ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, നമുക്ക് മുന്നിലിരിക്കുന്ന പ്രതിമ ആരാണ്? കർത്താവായ യേശു. അതാണ് സത്യമായിട്ടുള്ളത് അല്ലെ? ഈ പ്രതിമയെ കാണാതെ ഈ പ്രതിമയുടെ അപ്പുറേ നിൽക്കുന്നതിന് ഇപ്പുറേ നിൽക്കുന്നതിന് മേളിൽ നിൽക്കുന്നതിനെ കാണുന്നതാണ് സത്യമല്ലാത്തത്. നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് സത്യത്തെ അറിയുന്നത്? നമുക്ക് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന പ്രതിമ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് പ്രതിമ, ഇത് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കും? ഇതാണ് പ്രതിമ. നമ്മൾ എങ്ങോട്ട് നോക്കും? നമ്മള് ജയപാസ്കർ നോക്കും. ഇതാരുടെ കുഴപ്പമാണ്? മനുഷ്യന്റെ കുഴപ്പമാണ്. സത്യമായത് നീ അറിയണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ അത് അറിയാതിരിക്കുക എന്നുള്ളതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അവന്റെ ഇഷ്ടം നിറവേറുകയില്ല അല്ലെ? അവന് ലഭിച്ച ശിക്ഷ ആർക്കും അല്ലെ? അവന് കിട്ടേണ്ട സൗഭാഗ്യം, അവന് ആസ്വദിച്ചിരുന്ന സൗഭാഗ്യം ആർക്കാണ് കർത്താവ് തന്നിരിക്കുന്നത്? നമുക്കാണ് തന്നിരിക്കുന്നത് അല്ലെ? ഇനി അത് ഒരു കാരണവശാലും നിനക്ക് കിട്ടരുത് എന്നതാണ് ആരുടെ ആഗ്രഹം? സത്യം പറഞ്ഞാൽ ഇത് അറിയാവുന്നവരാണ് നമ്മളല്ലേ? ഇത് അറിയാത്തവരാണോ നമ്മൾ? അതാണ് കർത്താവ് യേശു പറഞ്ഞത്, നീ സത്യമായത് അറിയണം, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചു കൊള്ളണം. എന്താണ് സത്യമായത്? നിനക്ക് ലഭിക്കേണ്ട നന്മയെ മുടക്കുവാൻ ഒരുത്തനുണ്ട്, അതവൻ മുടക്കും. അതിൽ നിന്ന് നീ എന്ത് ചിന്തിക്കണം?
നീ സത്യമായത് ചിന്തിച്ച് നിനക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ മരിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ചിന്തയെ കുറിച്ച് മൊത്തത്തിൽ ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ അവസാനം വരുന്ന ഒരു ഇതെന്താ പറയുക, നമുക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ മരിച്ച യേശുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുവിൻ. നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ്? എന്നെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ യാത്രയിലായിരുന്നു, ബാംഗ്ലൂര് ചെന്നൈയൊക്കെ പോയത്. ഞാൻ ബാംഗ്ലൂർ പോയത് ഫ്ലൈറ്റിനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈ വന്ന് റൂമിൽ താമസിക്കുമ്പോഴാണ് ഈ ഫ്ലൈറ്റിന്റെ അപകടത്തെ കുറിച്ച് അറിഞ്ഞത്. ശരിക്കും ഫ്ലൈറ്റിൽ കയറിയവർക്ക് എല്ലാവർക്കും അറിയാം, ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിലൊരു മരവ് വരും. ഇത് തിരിച്ച് ലാൻഡ് ചെയ്യും. കയറി മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആണ്, നമുക്ക് യാതൊരു രക്ഷ. ഇത് അതുപോലെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്ന് മുട്ടുന്ന സമയത്ത് നമ്മുടെ കാലിനൊരു പെരുപ്പ് വരും. എന്നറിയാമോ, ഇത് പൊങ്ങുമ്പോൾ ശരിക്കും പൊങ്ങിയില്ല, നമ്മൾ തീർന്നു. ലാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ലാൻഡ് ചെയ്തില്ലേലും നമ്മൾ തീർന്നു. അപ്പം ശരിക്ക് അന്നേരം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചതാണ്, അതിന് സുഖം എന്താണ്, ട്രെയിന് പോകുന്നതാണ്. ട്രെയിൻ പോകുമ്പോൾ അത് പൊങ്ങത്തും ഇല്ല താഴത്തും ഇല്ല, നേരല്ലേ പോകുള്ളൂ. ചിന്തിച്ചെനിക്കല്ലേ, ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് യേശുക്രിസ്തുവിലായിരിക്കുന്ന എന്റെ ജീവിതത്തിൽ ഒരു ടേക്ക് ഓഫും ഉണ്ട്, ഒരു ലാൻഡിങ്ങും ഉണ്ട്. ഇപ്പൊ ഞാൻ ടേക്ക് ഓഫിന്റെ സമയത്താണ്, ഞാൻ പൊങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് പൊങ്ങിയിട്ടേ ഉള്ളൂ. ആരോട് കൂടെ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ആരോട് കൂടെയാണ് പൊങ്ങിയിരിക്കുന്നത്? എന്റെ കൂടെ ഞാൻ ചിന്തിക്കുന്നത് കർത്താവായ യേശുവിനെ കുറിച്ചാണെങ്കിൽ ഞാൻ യേശുവിനോടുകൂടെ പൊങ്ങി. എന്റെ ടേക്ക് ഓഫിന് യാതൊരു അപകടവും സംഭവിക്കുകയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറന്നു പോയി എവിടെ ഞാൻ ലാൻഡ് ചെയ്യണം? നിത്യജീവനിലേക്ക് ഞാൻ ലാൻഡ് ചെയ്യണം. അവിടെ എനിക്ക് കുഴപ്പമില്ല. എന്ത്? കർത്താവായ യേശുക്രിസ്തു എന്നോട് കൂടെ ഉണ്ടായിരിക്കും, അല്ലേ? ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച്, ഈ പൊങ്ങുന്ന സമയത്ത് നമ്മളെല്ലാരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്താണ്? ഈ പോക്ക് ഞാൻ പോയാല് ഞാൻ എവിടെ ആയിരിക്കണം? അപ്പൊ നമ്മൾ ഈ കേറുന്ന സമയത്ത് നമുക്ക് നല്ല ഊർജ്ജമായിരിക്കും, നന്നായിട്ട് അറിയിക്കും. കയറിയും കഴിഞ്ഞ് ഇച്ചിരി അങ്ങ് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കിടന്നു പറയാം, നേരെ ടെൻഷനൊന്നും ഇല്ല. ഉറങ്ങാം. പ്രിയ ദൈവമക്കളെ, നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ടേക്ക് ഓഫിന്റെ സമയത്ത് എന്താണോ നമ്മുടെ മനസ്സിലൂടെ പോകുന്നത്, ഞാൻ ഇന്നുകൊണ്ട് തീരും, ഇന്നുകൊണ്ട് തീർന്നാൽ എന്റെ എല്ലാം സേഫ് ആയിരിക്കും, എനിക്ക് യേശുവിലെത്തുന്നത് ചിന്ത ഉള്ളവരെ അങ്ങനെ ചിന്തിക്കും. ഇല്ലാത്തവരോ ദൈവമേ ടേക്ക് ഓഫ് ചെയ്യുവാണ്, ഒന്നും സംഭവിക്കരുതേ, ഇത് നേരെ പോകണമെന്ന് ചിന്തിക്കും, ഇല്ലേ? യേശുക്രിസ്തുവിലുള്ള നമ്മളും അത് തന്നെ ചിന്തിക്കാവുള്ളൂ. സത്യമായത് മാത്രമേ നമ്മൾ ചിന്തിക്കാവുള്ളൂ. എന്താണ് സത്യമായത് എന്ന് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യവും അദൃശ്യവുമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു, അല്ലെ? ഇതാണ് സത്യമായത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്തായി? ടേക്ക് ഓഫിന് റെഡിയായി, അല്ലെ? ഈ പറയുന്ന ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ട്രെയിനിലാണ് തിരിച്ചു വന്നപ്പോൾ ട്രെയിൻ സേഫ് ആണ്, കുഴപ്പമില്ലെന്ന് അറിയാത്തത്. ഞാൻ ഈ സൈഡ് ബർത്ത് ആകുമ്പോൾ ഇതിന്റെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൾഡ് ചെയ്ത സാധനം നേരെ കല്ലുകൊണ്ടാണ്. അപ്പം ട്രെയിൻ യാത്ര സേഫ് ആണോ? ഞാൻ വിചാരിച്ചെന്താണ്, ഫ്ലൈറ്റ് പോകുമ്പോൾ ടേക്ക് ഓഫ് ലാൻഡിംഗ് ആണ് പ്രശ്നം, ടെൻഷൻ എന്ന് പറഞ്ഞത്. അത് ചിന്തിച്ചിട്ട് ഞാൻ ട്രെയിനാകുന്ന എന്ത് കിട്ടി? ഒരു വിഷയമില്ലാതിരുന്ന ഇത്ര നാളെ ട്രെയിൻ ഇത്രയും വർഷം പോയിട്ട് വീഴാതിരുന്ന ആ ഫോൾഡ് ചെയ്തിരുന്ന സീറ്റ് താഴോട്ട് വീണു, കാലേ വീണു, നീര് വന്നു. പിന്നെ അവരോട് പറഞ്ഞപ്പം ഡോക്ടർമാർ വന്ന് ചെക്ക് ചെയ്തു. വരുന്നൊക്കെ സംഭവം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നവരാണ് കാര്യങ്ങള്. ഞാൻ സേഫ് ആണെന്ന് വിചാരിച്ചെടുത്ത് ദൈവം എന്നോട് പറഞ്ഞു ഇതൊന്നും സേഫ് അല്ല മോനെ. ഇത് സേഫ് ആണോ? നമ്മൾ പലതും ചിന്തിക്കുന്നത് ഞാൻ സേഫിലാണ്, ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യത്തിലാണ്, ഞാൻ പോകുന്നത് നല്ല വഴിക്കാന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുന്നു, നീ ചിന്തിക്കേണ്ടത് എന്താണ്? നീ ചിന്തിക്കേണ്ടത് സത്യമായതിനെ കുറിച്ച് ചിന്തിക്കണം, ഘനമായതിനെ കുറിച്ച് ചിന്തിക്കണം, നീതിയായതിനെ കുറിച്ച് ചിന്തിക്കണം, നിർമ്മലമായതിനെ കുറിച്ച് ചിന്തിക്കണം, രമ്യമായതിനെ കുറിച്ച് ചിന്തിക്കണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ഇപ്പൊ ഞാൻ സേഫായി, എനിക്ക് യാതൊരു വിഷയമില്ല, ഞാന് എല്ലാം അറിഞ്ഞു, ദൈവത്തിലായി, സ്നാനപ്പെട്ടു, ദൈവത്തോടു കൂടി ഞാൻ പോകുന്നു, എന്റെ യാതൊരു കാര്യത്തിനും മുട്ടില്ല. ഇപ്പൊ ഈ സിസ്റ്ററിനെ സംബന്ധിച്ച് എന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്താണ് വിഷയം? നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചിന്തിക്കും? ഞാൻ സേഫാന്ന് ചിന്തിക്കും. സിസ്റ്ററിനെ സംബന്ധിച്ചോ
സിസ്റ്ററിനെ സംബന്ധിച്ച് ഞാൻ സേഫ് അല്ല. സിസ്റ്റർ ദൈവത്തോട് കൂടുതലാണ്. അപ്പൊ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഏത് സമയത്തും യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു അകന്നു പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാനാ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. നമ്മളുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു, ഞാൻ ദൈവത്തോടു കൂടിയാണ് നടക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എന്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചറിയും? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയും. നമ്മുടെ ഫലങ്ങളൊന്നും എടുത്ത് നോക്കി. നമ്മൾ ദൈവമക്കളെന്ന് പറയും, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, സത്യമായതിനെ കുറിച്ച്, ഘനമായതിനെ കുറിച്ച്, അല്ലെങ്കിൽ നിർമ്മലമായതിനെ കുറിച്ച്, സൽഗുണമായതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയുന്നത് നമ്മളിൽ നിന്നുണ്ടാകുന്ന ഫലത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് അതിന്റെ പ്രത്യേകത? സത്യത്തിൽ നമ്മൾ ദൈവത്തിലാണ് നടക്കുന്നത്. ദൈവത്തിന്റെ അടുത്തോടെ എന്നാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ആരാണ്? മഹാ പുരോഹിത ജനം അല്ലെ? മഹാപുരോഹിത ജനമായ നമ്മള് എങ്ങനെ പോകണം? നമുക്ക് കൊലോസ്യർക്ക് എഴുതുന്ന 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അതാണ് സത്യം. സത്യമായത് കഴിഞ്ഞ പിന്നെയുള്ളത് എന്താണ്? ഘനമായത്. എന്താണ് ഘനമായത്? നമ്മുടെ പിതാവിന് സകലത്തെയും തന്റെ പുത്രനാൽ നിരപ്പാക്കി നമ്മളോട് പ്രസാദം തോന്നുവാൻ കാരണമായി. അതാണ് നമ്മൾ ഘനമായത് ചിന്തിക്കണം. ആദ്യം നമ്മൾ സത്യമായി എന്ത് ചിന്തിക്കണം? നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. അതാണ് അവന്റെ പ്രതിമ അല്ലെ? അവൻ നമുക്ക് വേണ്ടി അവന് വേണ്ടി സകലവും വെച്ചിരിക്കുന്നു. നമ്മൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. അത് സത്യമായത്. ഘനമായത് എന്താണ്? അതിലും കൂടിയതാണ്. ഘനമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലും കൂടിയതാണ്. എന്താണ് കൂടിയത്? തന്റെ സ്വന്തം പുത്രനെ തരുവാൻ തക്ക വിധം പിതാവ് നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് എങ്ങനെ നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു? നമ്മുടെ യോഗ്യത എന്താണ്? അല്ലെ, ഈ പിതാവ് നമ്മൾ പ്രസാദിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായിരുന്നോ നമ്മൾ? അല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? എന്റെ പിതാവിന് എന്നിൽ പ്രസാദം തോന്നിയിരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഈ പിതാവ് എങ്ങനെയാണ് നമ്മളും പിതാവും തമ്മിലുള്ള അതിനെ നിരപ്പാക്കിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എങ്ങനെയാണ്? ക്രൂശിലെ രക്തത്താൽ. രക്തം ചൊരിഞ്ഞാണ് നമ്മളെ നിരപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ? അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത നീതിയായത് എന്താണ്? നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 ഞാൻ തന്നെ. മുമ്പേ ദുഷ്ടപ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. എന്താണ് നീതിയായത്? എങ്ങനെയാണ് നീതിയായത്? അത് നമ്മൾ ആരായിരുന്നു? ദുഷ്ടപ്രവർത്തികൾ നടന്നവരും മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മളെ എവിടെ നിരപ്പിച്ചു? പിതാവിനോട് നിരപ്പിച്ചു. എങ്ങനെ നിരപ്പിച്ചു? എന്റെ രക്തത്താൽ. അതാണ് എന്ത്? നീതിയായത്. ആർക്ക്? നമുക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എന്റെ കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി നീതിയായി തീർന്നു. അതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കണം, എന്താണ് സത്യം? സത്യം പറഞ്ഞാൽ ഈ ആരാധനയ്ക്ക് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മ കൂടുമ്പോഴും അല്ലാതെ നമുക്ക് എപ്പോഴാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമുള്ളത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർ എന്ത് ചിന്തിക്കും? എന്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സത്യം അല്ലേ? എന്റെ പിതാവിനോടുകൂടി നിരപ്പാക്കി. അത് നമുക്ക് നീതിയായി അല്ലേ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഈ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആരാണ് നമ്മൾ ഉള്ളിരിക്കുന്നത്? കർത്താവായ യേശു. കർത്താവായ യേശു ആരാണ്? അവനെ ലോകത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവനിൽ ഞങ്ങൾ ഇന്ന കുറ്റം കണ്ടു, ഇവനിൽ ഞങ്ങൾ ആ കുറ്റം കണ്ടു, ഈ കുറ്റം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ കുറ്റമൊക്കെ ശരിയാണ്, അതിനുള്ള പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞതാണോ? ആളാണോ നമ്മുടെ കർത്താവായ യേശു? ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല.
എത്ര എടുത്ത് കർത്താവായ യേശുവിനെ കൊണ്ട് വിസ്തരിച്ചു. അവിടെ എവിടെയെങ്കിലും ഒരു കുറ്റവും ഒരു കുറവും യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണാൻ പറ്റിയോ? പറ്റിയിട്ടില്ല. അപ്പൊ അവൻ ആരാണ്? നിർമ്മലനാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നിർമ്മലനായ യേശുവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്തത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിൻ. അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശത്തിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞ് ഇരിപ്പിൻ. അതെന്താണ്? നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താണ്? ഏറ്റവും മനോഹരമായതിനെ നമുക്ക് ലഭിക്കണം, അല്ലേ? ഇപ്പൊ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എന്റെ ആഗ്രഹം എന്താണ്? എല്ലാവർക്കും കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇൻക്രിമെന്റ് എനിക്ക് കിട്ടണം. എല്ലാവർക്കും കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ല വണ്ടി എന്റെ ആയിരിക്കണം, അല്ലെ? എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും സുന്ദരിയായ ഭാര്യ എന്റെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? മനോഹരമായതിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? അപ്പോൾ ഏറ്റവും മനോഹരമായത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതാണ് ഏറ്റവും മനോഹരമായത്. ആ മനോഹരമായതിനെ നിങ്ങൾ കൈക്കൊണ്ടതിനെ പോലെ തന്നെ നിങ്ങൾ നടപ്പിൻ. അവന്റെ കൂട്ടായ്മയിൽ വേരൂന്നിയും അവനിൽ നിന്ന് ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച ഉപദേശത്തിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു. അതാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തയിൽ ഏറ്റവും മനോഹരമായി ഇരിക്കേണ്ടത്. പ്രിയ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സമയത്ത്, നമ്മളായിരിക്കുന്ന സഭയിൽ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം? അല്ലെ? നമ്മൾക്ക് ശരിക്ക് നമ്മൾ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി, എന്റെ കാര്യങ്ങൾ, ഇത് മാത്രം ചിന്തയുള്ളവനാണ് ഞാൻ, അല്ലെ? അതിൽ നിന്ന് മാറി എന്റെ ചിന്ത എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കണം? സത്യമായതായിരിക്കണം, അല്ലെങ്കിൽ ഘനമായതായിരിക്കണം, നീതിയായതായിരിക്കണം, നിർമ്മലമായതായിരിക്കണം. എന്താണ് നിർമ്മലത എന്ന് നമ്മൾ കണ്ടു. അടുത്തത് രമ്യമായത്, മനോഹരമായത് എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ സൽകീർത്തിക്കായിട്ടുള്ളത്, എങ്ങനെ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഞാൻ കീർത്തിയോടെ നിൽക്കും. എന്റെ പ്രവൃത്തികളെ ഞാൻ അറിഞ്ഞ് എന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് അത് കീർത്തിയായി തീരുന്നത്. അത് സൽഗുണമായിട്ട് എന്റെ കർത്താവിന്റെ ഗുണം എന്നിലും ഉണ്ടാകുമ്പോഴാണ് സൽഗുണമായിട്ടിരിക്കുന്നത്. എന്റെ സ്വന്തം ഗുണം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗുണം ഉണ്ടാകുകയില്ല. പിന്നെ പുകഴ്ചയ്ക്കായിട്ട് എങ്ങനെ ഞാൻ എന്റെ കർത്താവായ യേശുവിന്റെ പുകഴ്ചയ്ക്കായിട്ട് നിൽക്കും? എന്റെ കർത്താവിനെ ഞാൻ എങ്ങനെ സ്തുതിക്കും? അവിടുന്ന് നൽകിയ സ്നേഹം, സമാധാനം, സന്തോഷം, ദയ, ദീർഘക്ഷമ, ഇതൊക്കെ എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഞാൻ സൽഗുണ സമ്പൂർണനായിട്ട് എന്റെ കർത്താവിനെ കുറിച്ച് അറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ചിന്ത എന്തായിരിക്കണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, എനിക്ക് വേണ്ടി അവൻ കാൽവരിയിൽ കുരിശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അവൻ സ്വന്തം രൂപത്തെ ഉപേക്ഷിച്ച് സ്വന്തം പ്രതിമയായിട്ട് ഈ ഭൂമിയിൽ വന്നുവെന്നും എനിക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ ഏറ്റുവെന്നും തന്റെ രക്തത്താൽ കർത്താവ് പിതാവിനോട് നിരപ്പ് പ്രാപിച്ചു എന്നും. എങ്ങനെയാണ് നമ്മൾ കർത്താവിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കഴിച്ചതുകൊണ്ടാണ് പുറന്തള്ളപ്പെട്ടത്. നമുക്ക് നിസ്സാരമായിട്ട് ചിന്തിച്ചാൽ ആദവും ഹവ്വായും അവിടെ ആയിരുന്ന സമയത്ത്, തോട്ടത്തിലായിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നീ നിങ്ങളെ നോക്കണം, തോട്ടം മുഴുവൻ നോക്കണം, അതിൽ വേറെ ആരും കടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ചിന്ത ഒരു നിമിഷം മാറിയപ്പോഴാണ് എന്ത് പറ്റിയത്? പാപത്തിലേക്ക്, അല്ലേ? ചിന്തയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോഴാണ് പാപത്തിലേക്ക് വീണത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ചിന്ത എന്തായിരിക്കണം? എപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കണം നിങ്ങൾ. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി വന്നു, മരിച്ചു, എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു, എന്നെ അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, മരണത്തെ നീക്കിയിരിക്കുന്നു, ഇനി എനിക്ക് വേണ്ടി, അല്ലെ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതിന് വേണ്ടി എന്റെ കർത്താവ് വരുമ്പോൾ ഞാൻ അവനോടുകൂടെ പോകും. എനിക്ക് എന്റെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി പോകണം. അതിനു വേണ്ടിയുള്ള ചിന്താഭാരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്കിൽ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ
ഞാനും കാഹളനാഥം കേൾക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റിൽ പോയപ്പോൾ ശരിക്കും ഫ്ലൈറ്റ് മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടിയും മേഘങ്ങൾ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എത്ര അടിയിലായിരിക്കും കർത്താവായ യേശുക്രിസ്തു നമ്മൾ അത്രയും മുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഞാനിങ്ങനെ ജസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ആ മേഘത്തിൽ ചവിട്ടുന്നത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, നേരെ താഴോട്ട് വരുവുള്ളൂ. പക്ഷെ കർത്താവായ യേശുക്രിസ്തു മേഘങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കും? കർത്താവിനോട് മേഘങ്ങളായിരിക്കും. മേഘത്തിൽ ചവിട്ടി നടക്കുന്നവര് ആയിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ മനോഹരത, കർത്താവ് യേശുക്രിസ്തുവിനോട് നമ്മൾ ആ നിത്യജീവനിലേക്ക് കയറുന്നതിനെ കുറിച്ചുള്ള മനോഹരത, കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിരീടങ്ങൾ കൊണ്ടുതരുന്ന മനോഹാരിത. കഴിഞ്ഞ ആഴ്ച നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഓരോ സഭകൾക്കും ലഭിക്കുന്ന സമ്മാനങ്ങളെ കുറിച്ച് കേട്ടല്ലേ? നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, നിങ്ങളുടെ ചിന്തയിൽ ഉറച്ചു നിന്നാൽ, എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കും? നിങ്ങളെ തൂണുകളാക്കും, നിങ്ങൾക്ക് നാമം ലഭിക്കും, നിങ്ങൾക്ക് ജീവവർഷത്തിന്റെ ഫലം തിന്മ തരും, അല്ലെ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നമ്മളിപ്പോ കേട്ടതുപോലെ സത്യമായതും ഘനമായതും സൽകീർത്തിക്കായതും മനോഹരമായതും പുകഴ്ചയായതും മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ സംസാരത്തിൽ ഇല്ല എങ്കിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ജീവിത കാര്യങ്ങളെ കുറിച്ച്, നാളെയെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ഇതൊക്കെ ആശങ്കപ്പെടുന്നവരാരാണ്? ഓരോ സഹസ്രം പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചാലും മരിച്ചാലും സന്തോഷം, അല്ലേ? ജീവിച്ചാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, മരിച്ചാൽ ഞാൻ ക്രിസ്തുവിനോട് ജീവിക്കുന്നു. നമ്മൾ പലർക്കും, ഞാൻ ഇത് പറഞ്ഞൊരു കാര്യം തന്നെ എന്താണ്, ഫ്ലൈറ്റിൽ കയറുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എന്റെ ടെൻഷൻ? ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി, അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും എന്റെ ടെൻഷൻ എന്താണ്? എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി. മരിച്ചു പോയാൽ ഞാൻ എവിടത്തില്ല, സുഖത്തിലെത്തില്ല എന്നുള്ള പേടി കൊണ്ടാണ് എന്റെ മരണഭയം. ആരാണ് നമ്മൾ കേട്ടിരിക്കുന്നത്? എന്താണ്? എന്തിനെ നീക്കിയെന്നാണ് കേട്ടിരിക്കുന്നത്? മരണഭയത്തെ നീക്കിയെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്താണ്? മരണഭയം. എന്തുകൊണ്ടാണ് മരണഭയം? ഞാൻ എന്റെ കർത്താവായ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെ? എനിക്ക് വരാൻ പോകുന്ന വലിയ സൗഭാഗ്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് ലഭിക്കേണ്ട നന്മകളെ കുറിച്ച്, എനിക്ക് ലഭിക്കേണ്ട കിരീടങ്ങളെ കുറിച്ച് എനിക്ക് ചിന്തയില്ല. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ നമുക്ക് എന്ത് പറ്റുന്നത്? ഈ ഭയം ഉണ്ടാകുന്നത്. ഈ ഭയത്തിൽ നിന്ന് നീക്കിയവരാണ് നമ്മൾ. ഈ ഭയത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്നവരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതിനുവേണ്ടി മാത്രം മരിച്ച് ഉയർത്ത കർത്താവായ യേശു, തന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശുവിന്റെ മുമ്പിൽ നമ്മൾ വീണ്ടും എന്നാകരുത്? അവനെ ക്രൂശിക്കുന്നവന് ആകരുത്. എന്തിനെ നീക്കിയോ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. എന്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. ആരിലായിരിക്കാൻ പറഞ്ഞോ നമ്മൾ അവരിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ എന്ന സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ യേശുക്രിസ്തുവിൽ ചിന്തിച്ച്, യേശുക്രിസ്തുവിൽ എങ്ങനെയൊക്കെ ചിന്തിക്കണമോ അതിനെ സത്യത്തിൽ അറിഞ്ഞ് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക്